പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൂരത്തും ചാരത്തും ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവചന കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. 141 സങ്കീർത്തനം 5 വാക്യത്തിന്റെ അവസാന ഭാഗം. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. ഇസ്രായേലിന്റെ മധുര ഗായകനായിരിക്കുന്ന ദാവീദിന്റെ സങ്കീർത്തനമാണ്. വിശുദ്ധീകരണത്തിനും സംരക്ഷണത്തിനുമായുള്ള ഒരു സന്ധ്യാപ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ദാവീദ് പറയുക, ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്ക് എനിക്ക് മറുപടിയായിട്ടൊന്നും കൊടുക്കാനില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളെന്ന ഒരു ആത്മീയന്റെ ലക്ഷണമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ തന്നെ വേട്ടയാടി നടന്ന ശൗല് സൈന്യങ്ങൾ അവർ പാളയം അടിച്ചു കിടന്ന സ്ഥലത്ത് അർദ്ധരാത്രിയിൽ അവർ ഗാഠനിദ്രയിലായിരുന്നപ്പോൾ ദാവീദ് അവിടെ ചെന്നു. കൂടെയുണ്ടായിരുന്ന ആള് പറഞ്ഞു, ശൗലിനെ കൊന്നേര്. ദാവീദ് സമ്മതിച്ചില്ല. യഹോവയുടെ അഭിഷക്തന്റെ നേരെ കൈ ഉയർത്താൻ പാടില്ല എന്നുള്ള മനോഭാവം. അങ്ങനെ ചെയ്താൽ ശിക്ഷയുണ്ടാകുമെന്നാണ് ദാവീദ് വിശ്വസിച്ചത്. ഒരിക്കൽ ദാവീദും കൂട്ടരും ഒളിച്ചു പാർത്തിരുന്ന ഗുഹയിലും ശൗലിനെ കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചെടുത്തു. അത് നിമിത്തം പിന്നീട് തനിക്ക് വലിയ കുറ്റബോധമുണ്ടായി. ശിമി എന്ന് പറയുന്ന മനുഷ്യൻ മണ്ണ് വാരിയെറിഞ്ഞ് നീജ നീ പോക എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി അപമാനിച്ചപ്പം അവനെ വെട്ടിക്കളയട്ടെ എന്ന് കൂടെയുള്ളവർ ചോദിച്ചതാ. എന്നാൽ വെട്ടരുത്, അവൻ ശപിക്കട്ടെ എന്നാണ് പറയുന്നത്. തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി സിംഹാസനം വിട്ടോടുവാൻ കാരണക്കാരനായ അബ്ശാലോം രാജകുമാരനോട് എന്നെ ഓർത്ത് ദയ കാണിക്കണമെന്ന് പറഞ്ഞ ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ മറ്റുള്ളവർ ദോഷം ചെയ്ത സമയങ്ങളിൽ അവർക്ക് തിരിച്ചു ദോഷം ചെയ്യാത്ത ദാവീദാണ് ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരൻ. ഇവിടെ ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്ക് എനിക്ക് അതിനെതിരെ പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മുമ്പ് മറ്റുള്ളവർ ദോഷം ചെയ്തപ്പോൾ എത്രയോ സമയങ്ങൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ദോഷം ചെയ്തവർക്കെതിരെ ദാവീദ് മുമ്പ് പ്രാർത്ഥിച്ചത് അവരോട് പ്രതികാരം ചെയ്യണമേ, അവരെ ശിക്ഷിക്കണമേ എന്ന നിലയിലായിരുന്നു. ഇതിന് തൊട്ടു മുമ്പ് എഴുതിയ സങ്കീർത്തനത്തിലും എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയെ അവരുടെ ആദരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ, തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ, അവരെ തീയിലും എഴുന്നേൽക്കാതെ വണ്ണം കുഴിയിലും ഇട്ടുകളയട്ടെ എന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. ദാവീദിന് മുമ്പുള്ള പല പ്രാർത്ഥനയിലും തനിക്ക് ദോഷം ചെയ്യുന്നവരെ ശിക്ഷിക്കണമേ, ന്യായം വിധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. എന്നാൽ താൻ ഇവിടെ തീരുമാനിച്ചു, ഇനി ആരെല്ലാം എനിക്ക് ദോഷം ചെയ്താലും അവരെ ന്യായം വിധിക്കാനോ ശിക്ഷിക്കാനോ ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ദൈവം അവരോട് ക്ഷമിക്കാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. മാനുഷികമായി ദോഷം ചെയ്യുന്നവരോട് നമുക്കും വിരോധവും ഭാരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ സന്ദർശിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അവർക്ക് ശിക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിന്ത ശിക്ഷിക്കണേ എന്ന. നമ്മുടെ കർത്താവ് തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിച്ചില്ല. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരെ ശപിക്കാതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നന്മ ചെയ്തിട്ടുള്ളവരിൽ നിന്നും തിന്മയുടെ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. ദൈവകരങ്ങളിലേക്ക് ആ ഭാരം ഒന്ന് കൈമാറിക്കുക. ഈ പ്രഭാതത്തിൽ തൻ്റെ ഭാരം ദൈവം അറിയുന്നുവെന്ന വിശ്വാസം ദാവീദിനെ ധൈര്യപ്പെടുത്തി. തൻ്റെ പാതയിൽ കണിയൊരുക്കിയാലും അത് ദൈവം കാണുന്നതിനാൽ വിടുവിക്കുമെന്ന് താൻ വിശ്വസിച്ചു. ജീവിതയാത്രയിൽ അതുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവേ നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് നീ എൻ്റെ ഓഹരിയുമാണെന്ന്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം തന്നെ ധൈര്യപ്പെടുത്തും, തന്നെ സഹായിക്കുമെന്ന് ഭക്തൻ വിശ്വസിച്ചു. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമുക്കെതിരെ കടന്നു വരുമ്പോൾ നമ്മളൊന്നും മാനുഷികമായി ചെയ്യണ്ട. അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്ന പന്താവിൽ നമ്മളായി തീരുവാൻ ചിലതിനെ നമുക്കെതിരെ വരുത്തിയെന്നിരിക്കാം.
1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെയും പ്രാർത്ഥനയെയും ആത്മീയതയും ഒക്കെ ആകാം പ്രതിയോഗികൾ ചോദ്യം ചെയ്യുന്നത്. അവരെന്തും ചെയ്യട്ടെ, അവരെന്തും പറയട്ടെ, ഗർഭമടച്ചത് ദൈവം പ്രതിയോഗിയെ ഒരുക്കിയതും ദൈവം തന്നെയാണ്. പെനിനെ പോലെ ഹന്നയും ഒരേ സമയം മക്കളെ പ്രസവിച്ചു എന്നിരിക്കട്ടെ, ആലയത്തിലെ യഹോവയ്ക്ക് നൽകുമായിരുന്നു? ഒരിക്കലുമില്ല. ദൈവസന്നിധിയിൽ അവൾ ചെന്ന് പൊട്ടിക്കരയാൻ കാരണം ഈ പ്രതിയോഗി നിമിത്തമാണ്. നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരുത്താൻ പലപ്പോഴും നമുക്കെതിരെ പലതിനെയും ദൈവം കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, നമുക്കെതിരെ കാരണം കൂടാതെ നമ്മളെ കുത്തുവാക്കുകൾ പറയുന്ന, നമ്മളെ പരിഹസിക്കുന്ന, നമ്മളറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമുക്കെതിരെ പരത്തുന്നവർ അനേകർ കാണും. പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന പ്രതിയോഗികളെ ദൈവം അനുവദിച്ചതാ. ഒരുപക്ഷെ നീ അത് പ്രതീക്ഷിച്ചു കാണില്ല. ദൈവം ഇതിലെ ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളാകുന്ന പെരുവെള്ളവും അഗ്നിജ്വാലയും ജീവിതത്തിൽ വന്നാലും ദൈവം അതിലൂടെ നിന്നെ കടത്തിവിടുമ്പോൾ മുങ്ങിപ്പോകാതെ വെന്തുപോകാതെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ കാണേണ്ടതിന് ദൈവത്തിലെ ന്യായമായി വിധിക്കുമെന്ന ദൈവത്തിങ്കിലേക്ക് നിന്റെ കാര്യങ്ങളെ ഫലമേൽപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവർ ചെയ്യുന്നതിനെതിരെ എനിക്ക് പ്രതികാരമില്ല, മറുപടിയില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. പ്രൈസ് ഗോഡ്.